ഷാനവാസ് ഭായ് എവിടെയാടാ? ഇത് നിങ്ങളുടെ മോർണിംഗ് ആക്ടിവിറ്റി. ഈ വീട്ടിൽ ഇത്രയും നാളത്തെ പണികൾക്കിടയിൽ നിങ്ങളെ വളരെയധികം സ്വാധീനിച്ചു എന്ന് തോന്നുന്ന ഒരു വ്യക്തിയുടെ പേരും, ഒരു രീതിയിലും ഒട്ടും സ്വാധീനിച്ചിട്ടില്ല എന്ന് തോന്നുന്ന ഒരു വ്യക്തിയുടെ പേരും കാരണസഹിതം ഓരോരുത്തരായി വന്ന് പറയുക. ബസർ കേൾക്കുമ്പോൾ ആരംഭിക്കുക. ബിഗ് ബോസ്. ഒന്നുകൂടെ വായിക്കാം. എല്ലാവരും കാടയിൽ വന്നിരിക്കുക. ഇത് നിങ്ങളുടെ മോർണിംഗ് ആക്ടിവിറ്റി. ഈ വീട്ടിൽ ഇത്രയും നാളത്തെ പണികൾക്കിടയിൽ നിങ്ങളെ വളരെയധികം സ്വാധീനിച്ചു എന്ന് തോന്നുന്ന ഒരു വ്യക്തിയുടെ പേരും, ഒരു രീതിയിലും ഒട്ടും സ്വാധീനിച്ചിട്ടില്ല എന്ന് തോന്നുന്ന ഒരു വ്യക്തിയുടെ പേരും കാരണസഹിതം ഓരോരുത്തരായി വന്ന് പറയുക. ബസർ കേൾക്കുമ്പോൾ ആരംഭിക്കുക. അത് പ്രത്യേകം അത് ആ പണി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പണിയല്ല, അതിനൊരു ഇൻവെർട്ടഡ് കോമ ഉണ്ട്. ശരി, ഇൻവെർട്ടഡ് കോമയ്ക്കകത്തുള്ള പണി കേട്ടോ. എല്ലാവർക്കും മനസ്സിലായാലും ആർക്കും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഞാൻ പറയാം. പണി കൊണ്ട് അർത്ഥമാക്കുന്നത് ജോലിയല്ല. നമുക്ക് മനസ്സിലായി. കൃത്യമായിട്ട് പറയണം. പറയണ ബിഗ് ബോസ് പറഞ്ഞോട്ടെ. ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇമ്പാക്ട്. പറഞ്ഞോട്ടെ. തുടങ്ങാം. ബിഗ് ബോസ്, ഇത്ര നാളത്തെ പണികൾക്കിടയിൽ എന്നെ സ്വാധീനിച്ച, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് റെന ഫാത്തിമയാണ്. കാരണം ഇത്രയും ചെറുപ്രായത്തില് ഇവിടെ വന്ന് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാ കാര്യങ്ങളും വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് ചെയ്യുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ എന്നെ ഏറ്റവും നല്ല രീതിയിൽ സ്വാധീനിച്ച ഒരു വ്യക്തികളിൽ ഒരാൾ റെന ഫാത്തിമയാണ്. എന്നെ ഒരു രീതിയിലും സ്വാധീനിക്കാത്ത, എന്തിനോ വേണ്ടി നടക്കുന്ന, ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പ്രേതം കണക്കെയുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഷാനവാസിനെയാണ്. എന്താണ് ഷാനവാസ് ഇങ്ങനെ എന്നൊക്കെ എനിക്ക് പലപ്പോഴും ചോദിക്കാനായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസിലും 100% കൊടുക്കാതെ അവിടെയും ഇവിടെയും ഉഴപ്പി നടക്കുന്ന ഒരു അനാഥ പ്രേതം കണക്കെയാണ് ഷാനവാസ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഒരു രീതിയിലും ഒരു മനുഷ്യനെയും സ്വാധീനിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷാനവാസാണ്. അവന്റെ കാര്യമല്ല പറഞ്ഞത്, പേഴ്സണൽ കാര്യമല്ല പറഞ്ഞത്. എല്ലാരും കാര്യം അവനെ ആരെ ഏൽപ്പിച്ച്. ഞാനിവിടെ വന്നപ്പോ തന്നെ എന്നെ ശരിക്കും എന്താ പറയാ, എനിക്ക് മെന്റലി ഹെൽത്ത് വന്നപ്പം ശരിക്കും ഡൗൺ ആയിരുന്നു. ഞാൻ ഒരു ട്രോമയിലായി പോയെന്ന് തന്നെ പറയാം. സോ എന്നെ മെന്റലി ഹെൽത്ത് എന്നെ താങ്ങി നിർത്തിയ നൂറ ആദിലൻ തന്നെയാണ്. കാരണം എൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ കുഞ്ഞിനെ കാണണമെന്നുള്ള ഒരു ചെറിയതല്ല, അത് വളരെ വലിയ വിഷമമാണ് എന്നെ സംബന്ധിച്ച്. ഞാനത് ചെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടറാണെങ്കിലും റെനെ ആണെങ്കിലും നമ്മുടെ പോയ ഷാരിക്കാണെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നൂറ ആദിലയുടെ അടുത്ത് ഞാൻ പറയുമ്പോൾ അവരുടെ ഒരു ചേച്ചി കൂൾ ഒന്നുമില്ലേ ചേച്ചി കുഞ്ഞവിടെ ഉണ്ടല്ലോ, അവൻ സന്തോഷിക്കുന്നുണ്ട് ചേച്ചിനെ കണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അത് ഭയങ്കരമായിട്ട് എന്നെ ഈ ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുള്ള ഒരു 2 വ്യക്തികളാണ് നൂറ ആൻഡ് ആദില. ദെൻ ഒരു രീതിയിലും എന്നല്ല, ചെറിയ ചൊറിച്ചിലെന്ന് തന്നെ പറയാം. ഇങ്ങനെ ചൊറിഞ്ഞു വരുന്നത് മറ്റാരും അല്ലായിരുന്നു, നമ്മുടെ അക്ബർ തന്നെയായിരുന്നു. ചേച്ചി പോകുന്നില്ലേ, നമുക്ക് വയ്യാതായ നമുക്ക് പോകണ്ടേ ചേച്ചി, എന്നാ ചേച്ചി ഇങ്ങനെ പോകുമ്പോന്ന് പറഞ്ഞിട്ട് ചേച്ചി എന്നാ പോകാത്തതാ, ഓ ചേച്ചി. അല്ലെങ്കിൽ രണ്ട് ചാട്ടം അങ്ങോട്ട് ചാടിക്കും, എന്ത് ചേച്ചി വഴക്ക് പിടിച്ചിട്ട് മിണ്ടായിരിക്കുന്നത്, ചേച്ചി രണ്ട് വർത്താനം പറ ചേച്ചി. ഇങ്ങനെ തമാശയായിട്ടും എടുക്കും, അല്ലാതെ എടുക്കും. എന്തായാലും ഒരു രീതിയിലും ഇമ്പാക്ട് ഉണ്ടാക്കാത്ത, എന്നെ സ്വാധീനിക്കാത്ത, അല്ലെങ്കിൽ എനിക്ക് ചൊറിയുന്നതായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഗായകനായ നമ്മുടെ അക്ബറാണ്. സോ ഈ 2 കൂട്ടരെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ
സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അത് ഒനിയിലാണ്. കാര്യം എൻ്റെ ഒരുപാട് ഞാൻ വൈകാരികമായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയപ്പോൾ എനിക്കൊരു താങ്ങെന്ന് പറഞ്ഞിട്ട് നിന്നിട്ടുള്ള ഒരു പേഴ്സണാണ് അയാൾ. സോ ഒനിയിലിൻ്റെ പേര് ഞാൻ പറയുന്നു. ഇവിടുന്ന് ഇറങ്ങിയാൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ ഒരു മെൻ്റലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കുമെന്ന് എനിക്ക് 100% ഷുവറാണ്. പിന്നെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇനി ഇങ്ങോട്ട് അടിയും വഴക്കും ഒക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ ഇപ്പോൾ വൈകാരികമായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്ന ഒരു പേഴ്സൺ ഒനിയിലാണ്. പിന്നെ ഒട്ടും കണക്റ്റഡ് ആവാത്ത അല്ലെങ്കിൽ ഒട്ടും എന്നെ സ്വാധീനിക്കാത്ത വ്യക്തി എന്ന് പറയുന്നത് അക്ബറാണ്. കാരണം വേറൊന്നുമല്ല, അക്ബർ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ മെൻ്റലി ഉള്ള അവസ്ഥ മനസ്സിലാക്കാതെ മറ്റുള്ളവരോട് പെരുമാറുന്നതായിട്ട് കാണുന്നത്. അതിന് ഉദാഹരണം ഞാൻ അക്ബറിനോട് ചൂണ്ടിക്കാണിച്ചിരുന്നു. കഴിഞ്ഞ വീക്കിൽ തന്നെ സരിക ചേച്ചി പോകാൻ സമയത്ത് ഫുഡ് വിളമ്പി തരാൻ നേരത്ത് അക്ബർ ഒരു കാര്യം സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ഇനി സരിക ചേച്ചിയൊക്കെ നമുക്ക് ഫുഡ് വരിക തമാശയോട് പറഞ്ഞായിരിക്കാം മേ ബി, പക്ഷേ അവർക്ക് ആ സിറ്റുവേഷന് ശേഷം വന്ന് ഇവിടെ വന്ന് കരയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് ഒനിയിൽ ഞാനും കണ്ടായിരുന്നു, ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല സിറ്റുവേഷനിലും അക്ബർ അങ്ങനെ പെരുമാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ അത് ഒക്കെ ഒന്ന് മനസ്സിലെടുത്ത് ഒന്ന് സെറ്റായാൽ അക്ബർ അടിപൊളിയാണ്. ഒക്കെ ഒന്ന് എന്നെ ഈ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ജിസേലാണ്. ഞാൻ ജിസേലിന് തുടക്കം മുതലേ ജിസേലിനെ എനിക്കെതിരെ തെറ്റിദ്ധരിപ്പിച്ച് വിട്ടിട്ടും അത് ജിസേൽ ഒരു സംശയത്തോടു കൂടിയാണെങ്കിലും എന്നോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു പരിഗണന ജിസേൽ അല്ല എൻ്റെ ജസീല തരുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അനീഷിന്റെ പേര്. പക്ഷെ അനീഷ് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എത്ര ദേഷ്യത്തോടു കൂടി പറഞ്ഞാലും അനീഷ് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അതിലേറെ ഒരു പടി മേലെ നിൽക്കുന്നത് ജസീലയാണ്. അപ്പോ ജസീല ഞാൻ മലപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പോ ജസീലയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. രണ്ടാമത് ഒട്ടും സ്വാധീനിക്കാത്ത ഡോക്ടർ ബിന്നിയാണ്. ഞാൻ ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് എന്നെ സ്വാധീനിക്കാൻ മാത്രമല്ല ഒരു കാര്യം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവിടെ കുത്തിത്തിരിപ്പ് ഇവിടെ കുത്തിത്തിരിപ്പ്, അങ്ങനെ കുത്തിത്തിരിപ്പുകൾ മാത്രമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഡോക്ടർ ബിന്നി എന്നെ ഒട്ടും സ്വാധീനിച്ചിട്ടില്ല എന്ന് പറയാം. സ്വാധീനിക്കാത്ത വ്യക്തി ബിന്നി. ആദ്യമായിട്ട് തീർച്ചയായിട്ടും പൂർണ്ണമായും പണിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പേര് എന്നെ സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തി ഒനിയിലാണ്. കാരണം ഒനിയിലിന്റെ ഒരു ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടാസ്കിൽ ഉള്ളത് ടാസ്ക് കഴിഞ്ഞാൽ വേറൊരു മനുഷ്യനാണ്. അറിച്ചിട്ടില്ല, അതൊരു വലിയ ക്വാളിറ്റിയാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫിസിക്കൽ ടാസ്ക് ആയിക്കോട്ടെ, ഞാൻ കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. അതൊരു വലിയ അത് സ്വാധീനിക്കപ്പെടേണ്ട ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാനത് പറയണം. പിന്നെ ഒട്ടും സ്വാധീനിക്കാത്ത ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാല് അത് നിസ്സംശയം ഞാൻ പറയും അത് അനുമോളാണ്. കാരണം എന്താ പറയാ, അത് ഒരു സ്വാധീനിക്കപ്പെടേണ്ട ഒരു വ്യക്തിയല്ല അനുമോൾ. കാരണം നാക്ക് എടുത്തു കഴിഞ്ഞാൽ കക്കൂസ് വർത്താനാണ് പറയുന്നത്. അതായത് നിന്റെ ഭാര്യയുടെ അടുത്ത് പറയോ, നീ ചെന്ന് കഴിഞ്ഞാൽ നിന്റെ ഭാര്യ നിന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും, അങ്ങനൊക്കെ ഒരുമാതിരി വർത്താനം. അതായത് ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ കുടുംബങ്ങളെ വലിച്ചിടുന്ന ഒരു ക്വാളിറ്റി, അത് ഒരു ക്വാളിറ്റി അല്ല, ഒരു ക്യാരക്ടർ ഡിഫോൾട്ടാണ് അത് അങ്ങനെ പറയാ. പിന്നെ പുള്ളിക്കാരത്തിക്ക് ആകെ ഉള്ള ഒരു പരിവേഷം എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഞാനും അനുമോളും കൂടിയിട്ട് ചെയ്ത ഒരു പരിപാടി സരിക ചേച്ചിക്ക് വേണ്ടിയിട്ട് മറ്റൊരു പാട്ട് കൺഫ്യൂഷൻ തീർക്കണം. അതിൽ പോലും ആളുടെ സ്ട്രോങ് ഫോട്ടോയിൽ പോലും ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അതിനകത്ത്. അതായത് നമ്മൾ പഠിച്ചു വെച്ച സ്റ്റെപ്പോ ലാസ്റ്റ് ഡയലോ, അതായത് അതല്ലാതെ ആൾക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ പരാഗി നടക്കുക, അതിനപ്പുറത്തോട്ട് ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ കഴിവ് തെളിയിക്കാൻ പറ്റിയ സ്ഥലത്ത് പോലും മര്യാദക്ക് കഴിവ് തെളിയിക്കാതെ ഒരാളെയും സ്വാധീനിക്കാൻ പറ്റാത്ത ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അനുമോളാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ പ്രാകുന്ന പരിപാടിയൊക്കെ നിർത്തിയാൽ മറ്റുള്ളവർക്ക് ആ പ്രാഗിൽ നിന്ന് ഒഴിവായി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും.
അത് മാത്രമേ പറയാനുള്ളൂ. രാവിലെ തുടരും. ഏഹ് പണികളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത്. ക്വസ്റ്റ്യൻ വന്നിട്ട് പണികൾ വരുത്തുന്ന ടാസ്കുകൾ, അപ്പം നമ്മൾ കോമ്പറ്റീഷനെ ആണെങ്കിൽ പോലും, കോമ്പറ്റീറ്റേഴ്സ് ആണെങ്കിൽ പോലും എങ്ങനെ സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറയുന്നത് ഒനിൽ ചേട്ടനായിരിക്കും. കാരണം ഏത് ടാസ്ക് വരുമ്പോഴും ടാസ്കായിട്ട് കണ്ട് ടീമിന് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ അത് പുള്ളിക്ക് അത് പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ പുള്ളി